SFI പോലുള്ള ഇടതുപക്ഷ സംഘടനകൾ ആദ്യം മുതൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തു പോന്നിരുന്നു. താങ്കൾ പറഞ്ഞു തന്നെയാണ് അതിന്റെ കാരണം. എന്നാൽ ഇപ്പോൾ അവരൊരു ആശയക്കുഴപ്പത്തിലാണോ? ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നമായി ഇന്ത്യയിൽ ഇടതുപക്ഷം SFI ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വർഗീയവൽക്കരണത്തിനും RSSന്റെ തെറ്റായ ചരിത്ര നിർമ്മിതികളെ പാഠപുസ്തകങ്ങളിൽ തിരികെ കയറ്റാനുള്ള ശ്രമമായി മാറുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. പക്ഷേ കേരളത്തിന് അക്കാര്യത്തിൽ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. സമീപ മാസങ്ങളിൽ, സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ മറവിൽ RSS ഗാന്ധിവധത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രത്തെ ഇന്ത്യൻ പാഠപുസ്തകങ്ങളിൽ നിന്ന് റദ്ദു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതോടൊപ്പം മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇതിന് മൂന്നിനോടും കേരളം പ്രതികരിച്ചത് എങ്ങനെയാണ്? ഈ മൂന്ന് വിഷയങ്ങളിലും RSS വെട്ടിയ മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അഡീഷണൽ ടെക്സ്റ്റ് ആയിട്ട്. ഗാന്ധി വധത്തെയും സംബന്ധിച്ചും ഗോഡ്സെയും സംബന്ധിച്ചും ഇന്ത്യൻ വർഗീയതയ്ക്ക് അതിലുള്ള പങ്കിനെ സംബന്ധിച്ചും ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ അഡീഷണൽ ടെക്സ്റ്റായി പഠിക്കുന്നുണ്ട്. ഗവർണറുടെ അധികാര പദവിയുടെ പരിമിതി എന്ത്, സംസ്ഥാന സർക്കാരിന്റെ അധികാര പദവിയുടെ വലിപ്പം എത്ര, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ചുരുക്കി വിശദീകരിച്ചാൽ RSS തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഇന്ത്യൻ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിക്കളയാൻ ശ്രമിച്ച ചരിത്രത്തിന്റെ വസ്തുതകൾ, വിശകലനങ്ങളൊക്കെ കേരളത്തിലെ കുട്ടികൾ ആത്മാഭിമാനത്തോടുകൂടെ പഠിക്കുന്നുണ്ട്.